ഹായ് ഓൾ, നമ്മുടെ കീം ആപ്ലിക്കേഷൻ ഔട്ടായിട്ടുണ്ട്. കീം 2024 ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് കീമിൻ്റെ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ആൻഡ് ബാക്കി ലോഗിൻ പ്രോസസ്സുകളെല്ലാം ചെയ്യാൻ സാധിക്കും. അപ്പം ഈ കീം പ്രോസസ്സിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓരോ സ്റ്റെപ്പുകളിൽ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് എന്ന് പറയുന്നൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. സോ ഇത് ശ്രദ്ധിക്കുക. കീമിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളവിടെ പ്രോസ്പെക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട്. നിങ്ങൾ ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറുമ്പം ഏറ്റവും ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ പ്രോസ്പെക്ട്സ് എന്ന സെക്ഷൻ കാണാം. സോ ഈ പ്രോസ്പെക്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ പ്രോസ്പെക്ട്സിലാണ് നിങ്ങളുടെ സിലബസ് ഉള്ളത്. സിലബസ് പോലെ എക്സാമിനേഷൻ ഷെഡ്യൂൾ ഉള്ളതും അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് റിസർവേഷൻ ക്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ്സോ EW സർട്ടിഫിക്കറ്റ്സിനെയൊക്കെ ഫുൾ ക്ലോസുകളും അതേപോലെ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റുകളും ഉള്ളത് നിങ്ങളുടെ പ്രോസ്പെക്ട്സിലാണ്. അപ്പോൾ നിർബന്ധമായും ആ പ്രോസ്പെക്ട്സിലെ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ്സ് നോക്കണം. അതിൻ്റെ ബേസിലാണ് നിങ്ങൾ നമ്മുടെ റവന്യൂ അതോറിറ്റിയിൽ പോയിട്ട്, ഇപ്പോൾ വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ താലൂക്ക് ഓഫീസറിൻ്റെ അവിടെ പോയിട്ട് നിങ്ങൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സുകൾ പ്രൊക്യൂർ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. അതായത് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ കീം എന്ന് പറയുമ്പോൾ നമ്മൾ കീം 2024 കേരളത്തിൽ ഈ പറഞ്ഞ ഇത്രയും കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് എലിജിബിലിറ്റി തരുന്ന കോഴ്സാണ്. ശരിക്കും നമ്മുടെ എൻട്രൻസ് എക്സാമാണ് കീം എന്ന് പറയുന്നത്. അവിടെ MBBS, ഹോമിയോ, അഗ്രികൾച്ചർ, ഫിഷറീസ്, ബയോടെക്നോളജി, BDS, സിദ്ധ, ഫോറസ്ട്രി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ആയുർവേദ, യുനാനി, വെറ്റിനറി സയൻസ്, എൻവയോൺമെൻറ്റൽ സയൻസ്, ഇത്രയും കോഴ്സുകൾ നിങ്ങളുടെ നീറ്റ് സ്കോറിൻ്റെ ബേസിലാണ് കീമിൻ്റെ എഴുതുക. അതായത് നിങ്ങൾക്ക് കീമിൻ്റെ എക്സാം എഴുതേണ്ട, രജിസ്ട്രേഷൻ മാത്രം നടത്തിയാൽ മതിയാവും. അതേസമയം എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി, ദാറ്റ് ഈസ് എഞ്ചിനീയറിംഗ് ആൻഡ് BPharm എക്സാംസ്, അതായത് BPharm ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കീമിൻ്റെ പരീക്ഷ എഴുതണം. അതായത് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് സബ്ജക്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. ഫാർമസി ആണെങ്കിൽ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അറ്റൻഡ് ചെയ്യണം. പിന്നെ ആർക്കിടെക്ചർ ആണെങ്കിൽ നിങ്ങൾ നാറ്റ സ്കോറിൻ്റെ ബേസിലാണ് ശരിക്കും നിങ്ങളുടെ ആർക്കിടെക്ചർ എൻട്രൻസ് ടെസ്റ്റിൻ്റെ ബേസിലുള്ള സ്കോറാണ് ശരിക്കും വേണ്ടത്. അപ്പോൾ കീം അപ്ലൈ ചെയ്യണം, നാറ്റ സ്കോർ സബ്മിറ്റ് ചെയ്യണം, സെയിം ലൈക്ക് നീറ്റ്. അപ്പോൾ നമുക്ക് കീമിലേക്ക് വരുമ്പോൾ നമുക്ക് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നിങ്ങളുടെ സിഗ്നേച്ചറും വേണം. അതിൻ്റെ ഡയമെൻഷൻസ് പറയുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫ് വേണം. പ്രോബബിളി ഒരു കളർ ഫോട്ടോ, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ളൊരു നിങ്ങളുടെ ഫേസ് വിസിബിൾ ആകുന്ന രീതിയിലുള്ളൊരു ഫോട്ടോ തന്നെ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. 15 KB-ക്കും 100 KB-ക്കും ഇടയിലാണ് ശരിക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫിൻ്റെ ഇത് വരേണ്ടത്, സൈസ് പറയുന്നുണ്ട്. അതേപോലെ സിഗ്നേച്ചർ പറയുന്നത് 10 KB-ക്കും 100 KB-ക്കും ഇടയിലാണ്. ശ്രദ്ധിക്കണം. ചില സമയങ്ങളിൽ നമുക്ക് ഈ ഫോട്ടോഗ്രാഫ്സ് അപ്ലോഡ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ വരുന്നത് ഈ 100 KB-യോട് അടുത്താണെങ്കിൽ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം സൈസ് അത്യാവശ്യം ഒരു മിഡ് റേഞ്ചിൽ നിൽക്കുന്ന സൈസിലേക്ക് കംപ്രസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ജനറലി എല്ലാവർക്കും വേണ്ട പ്രധാനപ്പെട്ട ഒന്ന്. ഫോട്ടോഗ്രാഫും അതേപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചറുമാണ്. അതിനുശേഷം കുറച്ച് ഡോക്യുമെൻറ്റ്സ് ആവശ്യമാണ്. ഒന്ന് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ആണ്. SSLC സർട്ടിഫിക്കറ്റിൻ്റെ സോഫ്റ്റ് കോപ്പി നിർബന്ധമായും അപ്ലോഡ് ചെയ്യണം. കീമിൻ്റെ ഏറ്റവും അവസാനത്തെ അപ്ലോഡിംഗ് പ്രോസസ്സിൽ നിങ്ങൾ SSLC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫാണ്. അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഇതിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ് തന്നെ കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ്, പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ് കൊടുക്കാവുന്നതാണ്. ഇതേപോലെ പിന്നെ നേറ്റിവിറ്റി ഉണ്ട്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് ഇതേപോലെ നിങ്ങൾക്ക് SSLC യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ പ്രോസ്പെക്ട്സിൽ ക്ലോസ് പറയുന്നുണ്ട് ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് നേറ്റിവിറ്റി ആയിട്ട് ഉപയോഗിക്കാമെന്നുള്ളത്. SSLC ഉണ്ടെങ്കിൽ SSLC തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ബർത്ത് സർട്ടിഫിക്കറ്റ് അത് ശ്രമിക്കുക. ഇവിടെ കേരളത്തിൽ ജനിച്ചതാണ് അല്ലെങ്കിൽ പഠിച്ചതാണെന്ന് പ്രൂഫ് ചെയ്യുന്നതെല്ലാം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്സ് ആണ്. സോ നേറ്റിവിറ്റി നോക്കുന്നവർ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് SSLC നോക്കാം. അല്ലെങ്കിൽ അതില്ലാത്തവർ നിങ്ങൾക്ക് പ്രോസ്പെക്ട്സിലെ ക്ലോസ് നോക്കിയാൽ മതി. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ വെബ്സൈറ്റിലേക്ക് കയറുമ്പോൾ ഏറ്റവും ആദ്യമേ മനസ്സിലാക്കേണ്ട ഇത്രയും കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ കയ്യിൽ പ്രൊക്യൂർ ചെയ്ത് വെച്ചിട്ട് വേണം അപ്പോൾ നിങ്ങൾ കീമിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾക്ക് EWS റിസർവേഷൻ അല്ലെങ്കിൽ SC/ST റിസർവേഷൻ അല്ലെങ്കിൽ OBC നോൺ ക്രീമിലെ റിസർവേഷൻ അല്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങളുടെ ഇൻകം 6.2 lakhs താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് കൺസെഷന് വേണ്ടിയുള്ള ഇൻകം സർട്ടിഫിക്കറ്റ്, അത് ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിനും എലിജിബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻകം സർട്ടിഫിക്കറ്റ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമെങ്കിൽ അതും നിങ്ങൾ പ്രൊക്യൂർ ചെയ്യണം. അതും നിങ്ങൾ കീമിൻ്റെ സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ലാസ്റ്റ് ആ കാറ്റഗറി സർട്ടിഫിക്കറ്റ്സ് കാണിച്ചു തരാം ഏതൊക്കെയാണ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ധാരണ കിട്ടും. സോ അതിന് മുമ്പായിട്ട് ഫീസാണ്. അത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എഞ്ചിനീയറിംഗ് ഒള്ളി അല്ലെങ്കിൽ BPharm ഒള്ളി അല്ലെങ്കിൽ ബോത്ത്, നിങ്ങൾ എഞ്ചിനീയറിംഗ് എക്സാമും BPharm എക്സാമും എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു എക്സാമാണ് എഴുതുന്നതെങ്കിൽ ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ്, SC/ST ഒഴിച്ചുള്ള ബാക്കി കാറ്റഗറി സ്റ്റുഡൻസിന് നിങ്ങൾക്ക് 875 രൂപയാണ് ഫീസ് വരുന്നത്. SC കാൻഡിഡേറ്റ്സിന് 375ഉം ST കാൻഡിഡേറ്റ്സിന് ഫീസൊന്നുമില്ല. അതേസമയം നിങ്ങൾ ആർക്കിടെക്ചറോ അല്ലെങ്കിൽ മെഡിക്കൽ അലയുടെ, ഇപ്പോൾ MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി പോലെ കോഴ്സ്
നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മെഡിക്കൽ അലൈഡ് എന്ന ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. അവിടെ ഫീസ് വരുന്ന 625 രൂപയാണ്. SC ആണെങ്കിൽ 250, ST കാറ്റഗറീസിന് ഫീസ് ഇല്ല. അടുത്തത് നിങ്ങൾ എഞ്ചിനീയറിംഗ് എക്സാം എഴുതുന്നുണ്ട്, അതേപോലെ മെഡിക്കൽ അലൈഡിൻ്റെ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യുന്നുമുണ്ടെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ രണ്ട് ദാറ്റ് ഈസ് ബോത്ത് A and B ചൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഫീസ് 1125 SC ആണെങ്കിൽ 500, ST ആണെങ്കിൽ ഫീസ് ഇല്ല. മറ്റൊരു കാര്യം, ഓപ്ഷൻ ഔട്ട്സൈഡ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്ത് മുംബൈയിലും ഡൽഹിയിലുമാണ് സെൻറ്റർ ഉള്ളത്. ഇന്ത്യക്ക് പുറത്തുള്ളത് ദുബായിലാണ്. ദുബായിൽ പരീക്ഷ എഴുതുന്നെങ്കിൽ നിങ്ങളുടെ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഫീൻ്റെ കൂടെ എക്സ്ട്രാ 15,000 രൂപയും കൂടെ നിങ്ങൾ അടയ്ക്കണം. അതാണ് നിങ്ങളുടെ അവിടുത്തെ ക്രൈറ്റീരിയ. അപ്പം നമുക്കിനി രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് പോകാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ce.kerala.gov എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരു ന്യൂ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാം. ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിനിലേക്ക് പോകാം. നമ്മൾ ഉറപ്പായിട്ടും ആദ്യമേ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നവരായിരിക്കും. 2024 ആദ്യമായി കീം രജിസ്റ്റർ ചെയ്യാൻ പോകുന്നവരായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും ഇഫ് യു ആർ ന്യൂ രജിസ്റ്റർ ഹിയർ എന്ന് പറഞ്ഞ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് അത് റീലോഡ് ചെയ്യപ്പെടും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരിക്കലും ഞാൻ എഞ്ചിനീയറിംഗ് എഴുതുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എഞ്ചിനീയറിംഗിന് വേണ്ടി ഒരു കീം ആപ്ലിക്കേഷൻ, മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് കീം ആപ്ലിക്കേഷൻ, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ഇതെല്ലാം കൂടെ ഒരു സിംഗിൾ ആപ്ലിക്കേഷനിലാണ്. ഒന്നിൽ കൂടുതൽ തവണ ഒരു വിദ്യാർത്ഥി കീം 2024 രജിസ്റ്റർ ചെയ്താൽ നിങ്ങളുടെ കാൻഡിഡേച്ചർ നഷ്ടപ്പെടും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇതെല്ലാം ഒരു സിംഗിൾ വിൻഡോയിൽ തന്നെയുള്ള രജിസ്ട്രേഷനാണ്, അത് മറക്കരുത്. അതുകൊണ്ട് ആ ഡിക്ലറേഷൻസ് നോക്കണം. അത് നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ ആ രജിസ്റ്റർ ഹിയർ എന്ന പേജിലേക്ക് പോകുമ്പം അവിടെ ഡിക്ലറേഷൻസ് വരും. അവിടെ നമ്മൾ ടിക്ക് ചെയ്യണം. ഇവിടെ നോക്കുക, ഐ ഹാവ് ഡൗൺലോഡഡ്, റെഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ദ ക്ലോസസ് ഓഫ് കീമിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്കൊരു ഇമെയിൽ ID യും മൊബൈൽ നമ്പറും വാലിഡ് ആയിട്ടുള്ളതുണ്ട്. ഒന്നെങ്കിൽ നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിൻ്റെയോ യൂസ് ചെയ്യാം. ഇമെയിൽ ID യും അങ്ങനെ തന്നെയാണ്. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള, അത് OTP ഒക്കെ വന്നു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഇമെയിൽ ID ആയിരിക്കണം. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും, സ്പെസിഫിക്കേഷൻ്റെ ബേസിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ഉണ്ട് എന്നും, അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സ് കയ്യിൽ വെക്കണം. ഇവിടെ പ്രധാനമായി ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ്റെ സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ടിയും വരും. നിങ്ങൾ സോഫ്റ്റ് കോപ്പീസ് ആയിട്ട് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് അഡ്മിഷൻ്റെ സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യവും വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കാര്യമായി കീപ്പ് ചെയ്ത് വെക്കണം കയ്യിൽ. പിന്നെ കീം 2024, അതായത് ഒന്നിൽ കൂടുതൽ തവണ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഇതെൻ്റെ ഫസ്റ്റ് ടൈം രജിസ്ട്രേഷനാണ്. കീം 2024 എന്നുണ്ടെങ്കിൽ അവിടെ ടിക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ഡീറ്റെയിൽസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് നമുക്ക് അവിടെ ടിക്ക് ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മൾ പ്രൊസീഡ് ഫോർ രജിസ്ട്രേഷനിലേക്ക് പോകാൻ. സോ പ്രൊസീഡ് ഫോർ രജിസ്ട്രേഷനിൽ ആദ്യമേ നമ്മുടെ രജിസ്ട്രേഷനാണ്, അതായത് നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും അതേപോലെ തന്നെ നമ്മുടെ ഇമെയിൽ ID, ഫോൺ നമ്പേഴ്സ് എല്ലാം കൊടുത്തിട്ട് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പാണ് നിങ്ങൾ ആദ്യമേ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് രജിസ്ട്രേഷൻ വിൻഡോയിൽ നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് കാണും. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കണം. മൊബൈൽ നമ്പർ കൺഫർമേഷൻ ഉണ്ട്. ഇമെയിൽ കൊടുക്കണം. ഇമെയിൽ കൺഫേം ചെയ്യണം. പാസ്വേഡ് അടിക്കണം. പാസ്വേഡ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും സാധാരണ കൊടുക്കുന്ന സ്പെസിഫിക്കേഷൻസ് ആണ്. മിനിമം 8 ക്യാരക്ടേഴ്സ് എങ്കിലും കാണണം. അതിൽ ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാവണം, അതേപോലെ സ്മോൾ ലെറ്റേഴ്സ് ഉണ്ടാവണം, അതേപോലെ നമ്പേഴ്സ് ഉണ്ടാവണം, പിന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവണം. ഇത്രയും അടങ്ങിയിട്ടുള്ളതായിരിക്കണം നിങ്ങളുടെ പാസ്വേഡ് എന്ന് പറയുന്നത്. എല്ലാം കഴിഞ്ഞ് അവിടുത്തെ സെക്യൂരിറ്റി പിന്നും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഒന്ന് രജിസ്ട്രേഷൻ കൺഫർമേഷൻ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. എന്തെങ്കിലും തിരുത്തുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് അല്ലെങ്കിൽ കൺഫേം കൊടുക്കാം. കൺഫേം കൊടുക്കുമ്പോൾ നിങ്ങളുടെ OTP, ദാറ്റ് ഈസ് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു 1 ടൈം പാസ്വേഡ് പോകും. ആ മൊബൈൽ നമ്പറിലേക്ക് വന്ന 1 ടൈം പാസ്വേഡ് ഇവിടെ കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അവിടെ ജനറേറ്റ് ചെയ്യുകയാണ്. ഈ ആപ്ലിക്കേഷൻ നമ്പർ ഇനി നമുക്ക് ആവശ്യമാണ്. കാരണം കീമിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറിൻ്റെ ബേസിലാണ് നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസും ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ഫുൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ നമ്പറിൻ്റെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പം ശ്രദ്ധിക്കുക, പാസ്വേഡ് ഓർമ്മയില്ലെങ്കിൽ എവിടെ എഴുതി വെക്കണം, ആപ്ലിക്കേഷൻ നമ്പർ എഴുതി വെക്കണം, വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ID യും കയ്യിലുണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ ആപ്ലിക്കേഷൻ ഫില്ലിങ്ങിലേക്ക് പോകാം. നമുക്കിനി ആപ്ലിക്കേഷൻ ഫില്ലിംഗ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ആപ്ലിക്കേഷൻ ഫില്ലിങ്ങിലേക്ക് പോകുമ്പം നമ്മൾ പ്രൊസീഡ് ടു ഫിൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കോഴ്സുകൾ സെലക്ട് ചെയ്യുന്ന ഓപ്ഷനിലേക്കാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എഞ്ചിനീയറിംഗ് കോഴ്സ് മാത്രമാണ് ചൂസ് ചെയ്യുന്നതിൽ അത് ക്ലിക്ക് ചെയ്യാം. ഫാർമസി കോഴ്സ് ആണെങ്കിൽ അത് മാത്രം ക്ലിക്ക് ചെയ്താൽ മതി. ആർക്കിടെക്ചർ കോഴ്സ് ആണെങ്കിൽ അത് മാത്രം ക്ലിക്ക് ചെയ്യാം. മെഡിക്കൽ അല്ലെങ്കിൽ അലൈഡ് കോഴ്സുകളാണെങ്കിൽ അത് ടിക്ക് ചെയ്യാം. ഇനി അതിൽ ഒന്നിൽ കൂടുതൽ കോഴ്സ് ഉണ്ടെങ്കിൽ ഏതൊക്കെയാണോ അതനുസരിച്ച് അത്രയും കൊടുക്കുക. ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇനി ഒരിക്കലും കോഴ്സ് ഓപ്ഷൻ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. കീമിൻ്റെ രജിസ്ട്രേഷൻ വരുന്ന ഈ ഇൻ്റർവെല്ലിൽ മാത്രമേ നിങ്ങൾക്ക് കോഴ്സ് ഓപ്ഷൻ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് അതിനുള്ള സമയം ഉണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ചെയ്യണം. ഇപ്പോൾ ഞാൻ മെഡിക്കൽ അലൈഡ് ചെയ്തിട്ട് ഈ കീമിൻ്റെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്തതിന് ശേഷം എനിക്കിനി എഞ്ചിനീയറിംഗ് കൂടെ ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കത്തില്ല. സോ അത് ചെയ്യാം. സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. നമ്മൾ
അടുത്ത ചൂസ് ചെയ്യുന്ന നമ്മുടെ എക്സാമിനേഷൻ സെൻറ്ററുകളാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും കീമിൻ്റെ എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഡൽഹിയിലും അതേപോലെ മുംബൈയിലുമാണ് കേരളത്തിന് പുറത്തും ദുബായിലാണ് ഇന്ത്യക്ക് പുറത്തും സെൻറ്ററുകളുള്ളത്. അപ്പോൾ എക്സാം സെൻറ്റർ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സോ പെർമനൻറ്റ് അഡ്രസ്സോ എവിടെയാണോ അതിന് ഏറ്റവും അടുത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ആക്സസ് ആവുന്ന ലൊക്കേഷൻ ഏതാണോ അതിനനുസരിച്ച് പ്രയോറിറ്റി കൊടുക്കുക. സോ 4 സെൻറ്റേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. ഔട്ട്സൈഡ് കേരള ആണെങ്കിൽ ഏറ്റവും മുകളിലത്തെ ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഇനി അഥവാ അല്ലെങ്കിൽ സെൻറ്റേഴ്സ് ഇൻ കേരള ആണെങ്കിൽ 4 പ്രയോറിറ്റി ലിസ്റ്റ് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി എങ്ങനെയാണ്, നിങ്ങളുടെ അഡ്രസ്സിൻ്റെ സ്ഥലം എവിടെയാണോ അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് സെൻറ്റേഴ്സ് അലോക്കേറ്റ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് സേവ് ആൻഡ് പ്രൊസീഡ് എന്ന് പറഞ്ഞ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ സേവ് ആൻഡ് പ്രൊസീഡ് ചെയ്യാം. അവിടെ ഡു യു പ്രിഫർ ഫോർ എ മോക്ക് ടെസ്റ്റ് എന്ന് ഐക്കണുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ കീം കാൻഡിഡേറ്റ് പോർട്ടിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്രാവശ്യം കീം CBT എക്സാം ആയതുകൊണ്ട് എങ്ങനെയായിരിക്കും CBT എക്സാമിൻ്റെ മാതൃക എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ മോക്ക് ടെസ്റ്റ് ആവശ്യമുണ്ടെന്ന് കെസ് കൊടുത്താൽ CBT എക്സാമിൻ്റെ ഒരു മാതൃക നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ്. ഇനിയാണ് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. അവിടെ നേരത്തെ ഓൾറെഡി നമ്മൾ പേരും ഡീറ്റെയിൽസ് കൊടുത്തിരുന്നു. ഇനി നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ജെൻഡറാണ്. അതിനുശേഷം നാഷണാലിറ്റി, ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ നാഷണാലിറ്റി കൊടുക്കുക, നേറ്റിവിറ്റി കൊടുക്കുക, നിങ്ങൾ കേരള റെസിഡൻ്റ് ആണെങ്കിൽ ആ കാര്യങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പർ, ആധാർ ഡീറ്റെയിൽസ് കൊടുക്കണം. പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. അച്ഛൻ്റെ അമ്മയുടെ പേര് വേണം, അവർ ജനിച്ച സ്ഥലം, ഇതൊക്കെ നേറ്റിവിറ്റിയുടെ പ്രൂഫായിട്ട് അവർ ചോദിക്കുന്നതാണ്. അതുകൊണ്ടാണ് അവരുടെ ജനിച്ച സ്ഥലങ്ങൾ നേറ്റീവ് ഡിസ്ട്രിക്റ്റ് കൊടുക്കണം. അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഇപ്പം +2 അല്ലെങ്കിൽ 10 വരെ ആണെങ്കിൽ മെട്രിക്കുലേറ്റ് ലെവൽ, ഡിഗ്രീസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെ അവരുടെ ജോലി കൊടുക്കണം. ഗാർഡിയൻ ആരാണ്, അച്ഛനാണോ അമ്മയാണോ, അവരുടെ പേര് കൊടുക്കാം. അതിനുശേഷം റിലേഷൻഷിപ്പ് വിത്ത് ഗാർഡിയൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ അച്ഛനാണ് എൻ്റെ ഗാർഡിയൻ എങ്കിൽ ഞാൻ പറയും എൻ്റെ റിലേഷൻഷിപ്പ്, ഗാർഡിയനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫാദർ എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ഒരു ഫോൺ നമ്പറും കൂടെ എക്സ്ട്രാ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഓൾട്ടർനേറ്റീവ് ഫോൺ നമ്പർ ഉണ്ട്, ആ ഓൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പെർമനൻറ്റ് അഡ്രസ്സ്, നമ്മുടെ ആധാറിൻ്റെ ഡീറ്റെയിൽസ് പ്രകാരമുള്ള നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും ചൂസ് ചെയ്യുക. പ്രസൻറ്റ് അഡ്രസ്സും അത് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് സെയിം ആസ് പ്രസൻറ്റ് അഡ്രസ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഇത് വരത്തില്ല. ഇനി അഥവാ പ്രസൻറ്റ് അഡ്രസ്സ് വേറെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന വിൻഡോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ്. അതായത് നിങ്ങളിപ്പം +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണോ, +2 കഴിഞ്ഞ ആളാണോ, നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞ് വരുന്നവരാണോ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. സോ നമ്മുടെ ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ +2 ആണെങ്കിൽ +2 ഓർ ഇക്വലൻ്റ് എന്ന് കൊടുക്കുക. ഡിപ്ലോമ പഠിച്ചവരാണെങ്കിൽ 10+3 സ്കീം, ദാറ്റ് ഇസ് 10+3 ഡിപ്ലോമ വിത്ത് മാത്തമാറ്റിക്സ് എന്ന ഓപ്ഷൻ കൊടുക്കുക. പിന്നെ വരുന്നത് പാസ്ഡ് ആണോ അപ്പിയറിംഗ് എന്നുള്ളതാണോ. നിങ്ങൾ പാസ്ഡ് ആണെങ്കിൽ, ഓൾറെഡി പാസ്ഡ് ആണെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ അപ്പിയറിംഗ് കൊടുക്കാം. പിന്നെ നിങ്ങൾ പഠിച്ച ബോർഡാണ്, സ്റ്റേറ്റ് ബോർഡോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ബോർഡിൻ്റെ ഓപ്ഷൻസ് അവിടെ വരും. നിങ്ങൾ ക്വാളിഫയിങ് എക്സാം, നിങ്ങളുടെ +2 എക്സാമിൻ്റെ രജിസ്റ്റർ നമ്പർ അവിടെ കൊടുക്കണം, അത് അവിടെ കൊടുക്കുക. പിന്നെ നിങ്ങൾ സംസ്കൃതം എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഓപ്ഷൻ കൊടുക്കാം. ഇത് ഓരോ കോഴ്സസിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് അവർ ചോദിക്കുന്നതാണ്. സംസ്കൃതം പഠിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നോ കൊടുക്കാം. പിന്നെ ഒരു കാര്യം, ഇതിന് മുമ്പ് കീം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം, ഈ വർഷത്തെ കൂട്ടരുത്, അതിന് മുമ്പ് എത്ര പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നത് വേണം ഇവിടെ കൊടുക്കാൻ. ഇഫ് യെസ് ആണെങ്കിൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് ടൈംസ് അപ്ലൈഡ് അവിടെ കൊടുക്കാൻ വരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. അതിനുശേഷം സേവ് ആൻഡ് പ്രൊസീഡ് ചെയ്താൽ മതിയോ. ഇനിയാണ് നമ്മുടെ റിസർവേഷൻ ഡീറ്റെയിൽസ് ക്ലെയിം ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നത്. സോ റിസർവേഷൻ ഡീറ്റെയിൽസിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഏതാണെന്ന് കൊടുക്കുക എന്നാണ് വേണ്ടത്. അതായത് ഇവിടെ കമ്മ്യൂണിറ്റി ക്ലെയിം ഫോർ എലിജിബിൾ റിസർവേഷൻ എന്നാണ്. ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വേറെ റിസർവേഷൻ ക്ലെയിമുകളുടെ ഒന്നും ആവശ്യമില്ല. അതേസമയം നിങ്ങൾ ജനറൽ കാറ്റഗറി ആണ്, എന്നാൽ നിങ്ങളുടെ ഇൻകം ലോ ആണെങ്കിൽ, അതായത് ഇൻകം ലോ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റി കേസിലേക്ക് വന്നാൽ, കമ്മ്യൂണിറ്റി നോക്കുമ്പം കമ്മ്യൂണിറ്റി ക്ലെയിം ഫോർ എലിജിബിൾ റിസർവേഷൻ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ചൂസ് ചെയ്യുക. പ്രോസ്പെക്ട്സിൽ റിസർവേഷൻ കമ്മ്യൂണിറ്റീസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാസ്റ്റ് അതിൽ വരുന്നതാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും കമ്മ്യൂണിറ്റി വേണം. അതേപോലെ തന്നെ ഇൻ്റർകാസ്റ്റിൻ്റെ, അതായത് ചൈൽഡ് ഓഫ് എൻ ഇൻ്റർകാസ്റ്റ് മാരീഡ് കപ്പിൾ ഹൂ 1 ഈസ് SC/ST, നിങ്ങളുടെ അച്ഛനോ അമ്മയോ SC ഓർ ST ആണെങ്കിൽ നിങ്ങൾക്ക് റിസർവേഷൻ എലിജിബിൾ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ആപ്ലിക്കേഷൻ പോർട്ടലിൽ കൊടുക്കണ്ട, അതല്ലാണ്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അവരെ ജസ്റ്റ് അവർ ശരിക്കും ഫാദർ മദറിൻ്റെ കമ്മ്യൂണിറ്റിൻ്റെ ബേസിൽ അവർ തന്നെ അത് സോർട്ട് ചെയ്തോളും ഇൻ്റർകാസ്റ്റ് ആണോ എന്നുള്ളത്. ഇപ്പം നിങ്ങൾ അച്ഛൻ്റെയും അമ്മയുടെയും കമ്മ്യൂണിറ്റി കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ എലിജിബിൾ റിസർവേഷൻ ഏതാണോ ആ പൊസിഷനും കൊടുക്കാൻ ശ്രമിക്കുക. കീമിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, അതായത് നമ്മൾ സ്റ്റേറ്റ് കോട്ട അല്ലെങ്കിൽ സ്റ്റേറ്റ് കോട്ടയിൽ അഡ്മിഷൻ എടുക്കുന്നതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് റിസർവേഷൻസ് എന്ന് പറയുന്നത്.
പല കാറ്റഗറി ഓഫ് റിസർവേഷൻസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇൻകംത്തിൻ്റെ ബേസിലോ അല്ലെങ്കിൽ കാസ്റ്റിൻ്റെ ബേസിലോ ഉള്ള റിസർവേഷൻ മാത്രമല്ല ശരിക്കും നമ്മുടെ കീമിൻ്റെ എക്സാം രജിസ്ട്രേഷൻ സമയത്തുള്ളത്. പല കാറ്റഗറീസ്, ഫോർ എക്സാമ്പിൾ MBBS നോക്കുന്നവരാണെങ്കിൽ ആയുർവേദ പഠിച്ചിറങ്ങിയവർക്ക് MBBSൻ്റെ റിസർവേഷൻ ഉണ്ട്. ഹോമിയോപ്പതി പഠിച്ചിറങ്ങിയവർക്ക് MBBSൻ്റെ റിസർവേഷൻ ഉണ്ട്. MBBS പഠിച്ചിറങ്ങിയവർക്ക് ആയുർവേദയ്ക്ക് കയറാൻ റിസർവേഷൻ ഉണ്ട്. MBBS പഠിച്ചിറങ്ങിയവർക്ക് ഹോമിയോപ്പതിക്ക് കയറാൻ റിസർവേഷൻ ഉണ്ട്. അതേപോലെ ഡിഫൻസ് പേഴ്സൺ, അതായത് സർവീസിലിരിച്ച ഓൾറെഡി ഡിഫൻസ് പേഴ്സണായി റിട്ടയർ ചെയ്തവർ അല്ലെങ്കിൽ സർവീസിലിരുന്ന് മരിച്ചവരുടെ മക്കളൊക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ കറസ്പോണ്ടിങ് റിസർവേഷൻസ് ഉണ്ട്. അപ്പം ഏതാണോ ആ കോഡ് ഏതാണോ നിങ്ങളുടെ റിസർവേഷൻ ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആ കോഡ് നിങ്ങൾക്ക് അവിടെ ടിക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, DK നോക്കുക, ഡിപ്പെൻഡൻ്റ് ഓഫ് ഡിഫൻസ് സ്കിൽഡ് മിസ്സിംഗ് ഓർ ഡിസേബിൾഡ്. ഡിഫൻസിൽ ഇരിക്കുന്ന മരിച്ച ആളോ അല്ലെങ്കിൽ മിസ്സിംഗ് ആയ ആളോ ഡിസേബിൾഡ് ആയ ആളുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. അതേപോലെ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, NH നോക്കുക. NH എന്ന് പറഞ്ഞാൽ നേഴ്സ് ഓർ ഫാർമസിസ്റ്റ് ഫോർ ഹോമിയോപ്പതി, അതായത് BHMS കോഴ്സിലേക്ക് റിസർവേഷൻ ഉണ്ട്. നിങ്ങളൊരു നേഴ്സ് ഓർ ഫാർമസിസ്റ്റ് ഇൻ ഹോമിയോപ്പതി ആണെങ്കിൽ നിങ്ങൾക്ക് BHMS പഠിക്കാൻ റിസർവേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ അടുത്ത് നോക്കുക, ഫിഷറി സയൻസ് കോഴ്സിലേക്ക് നിങ്ങൾ ചിൽഡ്രൻസ് ഓഫ് ഫിഷർമാൻ ആണെങ്കിൽ CF എന്ന് പറഞ്ഞ് അത് കൊടുക്കാം. പക്ഷേ ഇത് ജസ്റ്റ് കൊടുത്താൽ മാത്രം പോരാ, അതിൻ്റെ കറസ്പോണ്ടിങ് രേഖകൾ പ്രോസ്പെക്ട്സിലുണ്ട്. ആ പ്രോസ്പെക്ട്സിലെ രേഖകളിൽ പറയുന്നത് എന്താണ് ആ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയും പല ടൈപ്പ് ഓഫ് റിസർവേഷൻസ് അവൈലബിൾ ആണ്. അതേപോലെ ഇവർ പറയുന്നുണ്ട് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ആൻഡ് റിസർവേഷൻ, എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ആൻഡ് റിസർവേഷൻ ഉണ്ട്. ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ കുറച്ച് കാറ്റഗറികളുണ്ട്. NCC കോട്ട, സ്പോർട്സ് കോട്ട റിസർവേഷൻസ് ഒക്കെ ഉണ്ട്. സ്പോർട്സ് കോഴ്സിൻ്റെ കണ്ടീഷൻസ് എല്ലാം നമ്മുടെ പ്രോസ്പെക്ട്സിൽ പറയുന്നുണ്ട്. നിങ്ങൾ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്ത് നാഷണൽ ലെവലിലൊക്കെ മത്സരിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് സ്പോർട്സ് കോട്ട വഴി നിങ്ങൾക്ക് എലിജിബിൾ ആണ് റിസർവേഷന് വേണ്ടി. അപ്പോൾ ആ കാര്യങ്ങളും നിങ്ങളുടെ പ്രോസ്പെക്ട്സിൽ പറയുന്നുണ്ട്. അതുണ്ടെങ്കിൽ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതവിടെ ടിക്ക് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ ഇൻകം ഡീറ്റെയിൽസ് ആണ്. ഇൻകം ഡീറ്റെയിൽസിലേക്ക് വരുമ്പോഴാണ് നിങ്ങളുടെ ഫാമിലി ഇൻകം എന്ന് പറയുന്നത് അപ് ടു 6 lakhs ആണെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ആ ഇൻകം സർട്ടിഫിക്കറ്റ് എന്തിനൊക്കെ വേണ്ടിയാണ് എന്ന് അവർ പറയുന്നുണ്ട്. അതായത് 2 ബെനിഫിറ്റ്സ് ആണ് ശരിക്കും ഇൻകം സർട്ടിഫിക്കറ്റിലുള്ളത്. ഒന്ന് ഫീ എക്സംഷൻ ആണ്, അതായത് കോഴ്സുകളിലേക്കുള്ള ഫീ എക്സംഷൻ ശരിക്കും ഇൻകം സർട്ടിഫിക്കറ്റ് വെച്ച് അവർ നോക്കി പ്രയോറിറ്റൈസ് ചെയ്ത് നൽകാറുണ്ട്. പിന്നുള്ളത് ഫീ റിഡക്ഷൻ ആണ് അല്ലെങ്കിൽ കൺസെഷൻ ആണ്. നമ്മുടെ ജനറൽ കാറ്റഗറിയോ ഏത് കാറ്റഗറിയും ആയിക്കോട്ടെ, നിങ്ങൾ ഇൻകം താഴെയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള റിഡക്ഷൻ ഉണ്ടാവും. ഇനി അഥവാ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഇൻകം, നിങ്ങളുടെ ഒരു ഫാമിലി ഇൻകം, നിങ്ങളുടെ ഒരു ബേസിക് ഇൻകം അതിൻ്റെ ബേസിക് അവിടെ കൊടുക്കാവുന്നതാണ്. സോ ആനുവൽ ഫാമിലി ഇൻകം വേണം ഇവിടെ കൊടുക്കാൻ. അതേസമയം നിങ്ങളുടെ റവന്യൂ ഡിസ്ട്രിക്റ്റ്, ജില്ല, താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഇത്രയും സ്ഥലങ്ങൾ എവിടെയാണെന്നും അവിടെ കാണിക്കണം. എന്നിട്ട് നിങ്ങൾ സേവ് ആൻഡ് പ്രിവ്യൂ ചെയ്യണം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണം കൊടുക്കാൻ. സീറോ ബാലൻസ് ഉള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കരുത്. ശരിക്കും റീഫണ്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ആപ്ലിക്കേഷൻ്റെ ബേസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് വന്നാൽ നിങ്ങളുടെ എമൗണ്ട് റീഫണ്ട് ചെയ്യാൻ വേണ്ടി, എന്തെങ്കിലും കോഴ്സുകളായിട്ട് ബന്ധപ്പെട്ട എമൗണ്ടുകളൊക്കെ റീഫണ്ട് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും അവർ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. സീറോ ബാലൻസ് അക്കൗണ്ട് കൊടുക്കരുത്, അവർ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. പിന്നെ ബേസിക് ആയിട്ടുള്ളതും ടൈനി അക്കൗണ്ട്സ്, പോപ്പുലർ അക്കൗണ്ട്സ് എന്ന് പറയുന്ന അക്കൗണ്ട്സ് ഒന്നും കൊടുക്കരുത്. കാരണം ഇതിനൊന്നും റീഫണ്ട് നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾക്ക് റീഫണ്ട് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൻ്റെ കൊടുക്കണം. സോ അവിടെ നിങ്ങളുടെ ബാങ്കിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാം. ബാങ്കിൻ്റെ പേര്, IFSC കോഡ്, അക്കൗണ്ട് നമ്പർ കൺഫർമേഷൻ, ഇത്രയും കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് സേവ് ആൻഡ് പ്രൊസീഡ് ചെയ്താൽ നെക്സ്റ്റ് വിൻഡോയിലേക്ക് പോകും. പിന്നെ ആപ്ലിക്കേഷൻ ഫീ പ്രൊസീജിയറാണ്. നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കൽ അലൈഡ് ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഫീസ് അവിടെ കാണിക്കും. അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് കാറ്റഗറി വരുന്നത്. സോ സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് സെക്ഷനിലാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ആദ്യമേ നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്യേണ്ട അത് വരും. അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യും. അതിനുശേഷം പിന്നെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡിംഗ് സെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് വരെ നമ്മുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതിനവിടെ ഫയൽ ഇതുണ്ട്. അത് നിങ്ങൾക്ക് വ്യൂ ചെയ്യാവുന്നതാണ് ശരിക്കും. ഓക്കെ, അടുത്തത് കാൻഡിഡേറ്റിൻ്റെ പേര് കാണിക്കാൻ വേണ്ടി ശരിക്കും 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നുള്ളത് പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അവരത് പറയുന്നുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് മാൻഡേറ്ററി ആണ്. അവിടെ നിങ്ങൾക്ക് എനി ഓതൻറ്റിക്കേറ്റ് സർട്ടിഫിക്കറ്റ് സച്ചാസ് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ഫേസ് കൊടുക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നേറ്റിവിറ്റി പ്രൂഫാണ്. നേരത്തെ പറഞ്ഞ പോലെ അവർ ശ്രദ്ധിക്കുന്നൊരു കാര്യം പറയാൻ നേറ്റിവിറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ്സ്, SSLC സർട്ടിഫിക്കറ്റ്സും ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ബർത്ത് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേറ്റിവിറ്റി പ്രൂഫ് ക്ലോസ് 6 പറയുന്നതായിരിക്കണം. എല്ലാവരും പ്രോസ്പെക്ട്സിൻ്റെ ക്ലോസ് 6 വായിക്കണം, നിർബന്ധമാണ്. നിങ്ങൾ അതിൽ ഏത് കാറ്റഗറിയിൽ പെടുന്നതാണെന്ന് മനസ്സിലാക്കി വേണം നിങ്ങൾ നേറ്റിവിറ്റീൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ. പിന്നെ ഒരു കാര്യം, ഐ ഹാവ് എൻഷുർഡ് ദാറ്റ് ദ അപ്ലോഡഡ് പ്രൂഫ് ഫോർ നേറ്റിവിറ്റി ഈസ് നോട്ട് ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യരുത് നേറ്റിവിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടി. അത് വാലിഡ് ആയിട്ട് എടുക്കില്ല. സോ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഇന്റർ കാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത്,
അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മുടെ പ്രോസ്പെക്ട്സിൽ അവൈലബിൾ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് ക്ലെയിം ചെയ്യാം. ഡിഫൻസ് പേഴ്സൻ്റെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതിൻ്റെ ഫോമാറ്റ് ഉണ്ടാകുമെങ്കിൽ അത് ക്ലെയിം ചെയ്യാം. അതേസമയം അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ ഏതൊക്കെ കാറ്റഗറിയിൽ സ്പോർട്സ് കോട്ട ഉണ്ടെങ്കിൽ അതിൻ്റെ ചെയ്യാം. അപ്പോൾ ഏതൊക്കെ കാറ്റഗറി റിസർവേഷൻ നിങ്ങൾക്ക് എലിജിബിൾ ആണോ ആ സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഈ കാറ്റഗറി എല്ലാം വരുന്നത് നമ്മൾ നേരത്തെ കൊടുത്ത് ടിക്ക് ചെയ്തതിൻ്റെ ബേസിലാണ് ഇത്രയും സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങൾ വരിക. അതിനുശേഷം സേവ് ആൻഡ് പ്രൊസീഡ് ചെയ്യുക, ബാക്കി ആപ്ലിക്കേഷൻ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉറപ്പായിട്ടും ഓർത്ത് വെക്കണം, കാരണം ഇതിൻ്റെ ബേസിലാണ് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇനി വരിക. അപ്പോൾ അത് മറക്കരുത്. നിങ്ങൾ ഇനിയിപ്പം കോഴ്സസ് ആഡ് ചെയ്യാനോ അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് കോളേജുകൾ വെക്കാനോ ഇതെല്ലാം ഈ ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്തിട്ടാണ് വരിക. സോ സർട്ടിഫിക്കറ്റ്സ് പ്രൊക്യൂർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോസിൽ നമുക്ക് ഈ ആവശ്യമായ ഇപ്പം ഇൻകം സർട്ടിഫിക്കറ്റ്, EW സർട്ടിഫിക്കറ്റ്സിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുന്ന വീഡിയോ നെക്സ്റ്റ് ആയിട്ട് ചെയ്യാം. സോ രജിസ്ട്രേഷനൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ്സും പ്രൊക്യൂർ ചെയ്തതിന് ശേഷം ചെയ്യാൻ ശ്രമിക്കുക. Thank you so much. See you soon.